ഈ ടോപ്പ് സിംഗറിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? എൻട്രി എന്ന് പറയുമ്പം കുറച്ച് ഡ്രമാറ്റിക് ആണ് ആദ്യം സംഭവം. ഞാൻ ചെറുപ്പം മുതലേ ഓഡീഷന് പോകാറുണ്ട്. സിൻസ് ദി ഏജ് ഓഫ് ഞാൻ UKG ഒക്കെ പഠിക്കും മുതലേ പോകുന്നുണ്ട്. പക്ഷേ 7th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഓഡീഷൻ കിട്ടിയത്. അത്രയും വർഷം റിജക്ഷൻ ഏറ്റിട്ട് അത് റിജക്ഷൻ ഇമ്മ്യൂണായി. സംഭവം എന്നാലും നമ്മൾ നിർത്തിയില്ല, തുടർന്നുകൊണ്ടിരുന്നു. എന്നിട്ട് 7th ഗ്രേഡിൽ നിന്ന് ഇങ്ങനെ ഓഡീഷന് പോയി, ഫ്ലവേഴ്സിൽ ഓഡീഷന് പോയി. അപ്പം അവിടെ അങ്ങനെ കിട്ടി. ആദ്യം ഒരു 12 days അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. അവിടെ ഓഡീഷനൊക്കെ അങ്ങനെ കുറേ ഓഡീഷൻ നടന്നിരുന്നു. ലൈക്ക് 5 or 6 ഓഡീഷൻസ് നടന്നു. എനിക്കിങ്ങനെ ഓരോ ഓഡീഷൻ കഴിയുമ്പോൾ ടെൻഷൻ ആവും. ബട്ട് എന്തായാലും എല്ലാം പാസ്സാൻ പറ്റി. ഓഡീഷന് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? ഓഡീഷന് പാടിയ പാട്ട് ഷുവർ. രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ, തങ്കനൂൽ പെയ്യുമീ സന്ധ്യയിൽ, കുങ്കുമം പെയ്യുമീ വേളയിൽ, രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ. അത് കഴിഞ്ഞ ഓഡിഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു? ഓഡീഷൻ കഴിഞ്ഞിട്ട് കുറേ റൗണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 2 വർഷം ഉണ്ടായിരുന്നു ഷോ. അങ്ങനെ ഞാൻ ഓരോ പാട്ട് എണ്ണി വെക്കാറുണ്ട്. ഐ ഓൾമോസ്റ്റ് സാങ് ലൈക്ക് ഒരു 80-something സോങ് പാടിയിട്ടുണ്ട് അവിടെ. പ്ലസ് അത് കോമ്പറ്റീഷൻ മാത്രമായിട്ട് അത്രയും പാട്ട് പാടി. അല്ലാതെ നമുക്ക് കുറേ സ്പെഷ്യൽ ഇവൻറ്റ്സും നൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. അതിനും കുറേ മ്യൂസീഷ്യൻസിൻ്റെ ഒപ്പം കുറേ ആർട്ടിസ്റ്റ്, അങ്ങനെ കുറേ പേരോട് പാടാൻ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അവിടെ. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറെ ചാനലുകളിൽ നിന്ന് ഓഡീഷന് വിളിച്ചിരുന്നു അല്ലേ? അതെ. അത് സംഭവം ഞാൻ പറഞ്ഞില്ലേ 7th ഗ്രേഡ് എന്നായിരുന്നു. അത് ആ സമയത്ത് ഞാൻ മഴവിലും ഏഷ്യാനെറ്റിലും ഫ്ലവേഴ്സിലും ഒരുമിച്ചായിരുന്നു കൊടുത്തത്. അപ്പം ഫ്ലവേഴ്സിൽ കിട്ടി. പിന്നെ ആ സമയത്ത് തന്നെ മഴവിൽ നിന്നും ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ കോൾ വന്നു. പക്ഷെ ഫ്ലവേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് വലിയൊരു ചേഞ്ചായി മാറിയല്ലേ? ആ ഒരു പോയിന്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി മാറിയത്. ടോപ്പ് സിംഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് സിംഗറിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് തോന്നുന്നത് എന്താ? ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് തോന്നുന്നത്, ഞാനൊരു പാട്ട് പാടിയപ്പം MG സാറും അനുരാധ ഒക്കെ എണീറ്റ് വന്നു കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പാട്ട് പാടിയപ്പം ദാറ്റ് വാസ് എൻ്റെ ഏറ്റവും ബെസ്റ്റ്. MG സാറ് പറഞ്ഞത്, അതായത് ടാലന്റ് എത്ര ചെറിയ കുട്ടിയുടേതാണെങ്കിലും നമ്മൾ നമസ്കരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു രംഗമാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് അത്രയും വലിയ ലെജൻസിന് മുമ്പിൽ പാടാൻ പറ്റിയതും. പിന്നെ ഞങ്ങളുടെ ഷോൻ്റെ ഡയറക്ടർ സിന്ധു ആൻറ്റി ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആണ്. എപ്പോഴും ഞങ്ങൾ ഒരു സെക്കൻഡ് മദർ പോലെയാണ് സിന്ധു ആൻറ്റി. എപ്പോഴും ഭയങ്കര ടേക്ക് കെയറിങ് ആണ്. അങ്ങനെയൊക്കെ. ടോപ്പ് സിംഗറിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാട്? ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. മണിവളക്കിലങ്ങണ കയ്യാളെ വിരത്തൊട്ടി വിളിക്കണതാരാണ്? മണിവളക്കിലങ്ങണ കയ്യാളെ വിരത്തൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? ഓ വിളക്കിൻ്റെ നാളും പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴ
പ്രാവേ ഓ കളിയാടി പാടാ നേരമായി